ഞാൻ ഒരു കപ്പളങ്ങ പറിച്ചുകൊണ്ട് വരുമായിരുന്നു. ഇന്ന് അച്ചാറുകളൊക്കെ തീർന്ന് ഇച്ചിരി മാങ്ങായും പറിക്കാനില്ല. ഇനി നമുക്ക് ഇന്ന് കപ്പളങ്ങ എത്തിയിട്ട് ഇതിൻ്റെ പകുതി ഒരു അച്ചാറിട്ട് നോക്കാം. നിങ്ങൾ ചെത്തിക്കൊണ്ട് വരാം. ഇച്ചിരി നമുക്ക് പച്ചമാങ്ങ ഉണക്കമാങ്ങ ഇരിപ്പുണ്ടല്ലേ. ഇച്ചിരി ഉണക്കമാങ്ങ വേണേൽ അച്ചാറിടായിരുന്നു ഇതിൻ്റെ കൂടെ. നോക്കാം, ഇത് അച്ചാറിട്ടിട്ട് നേരെ ഉണ്ടെങ്കിൽ ഇടാം. നമുക്ക് കുറച്ച് മതിയായിരിക്കും അല്ലേ, ഒരു പകുതി എടുത്താൽ മതി. മതിയോ? ഇത്രയും മതിയായിരിക്കും അല്ലേ. നമുക്കിത് കീറിയൊന്ന് മാങ്ങ അരിയുന്ന പോലെ തന്നെ ഇത് അരിഞ്ഞ് വെക്കണം. ഞാനിതൊന്ന് അരിഞ്ഞെടുക്കാം. കപ്പളങ്ങ തന്നെയൊന്നുമല്ല, ഇത് ഇടുന്ന കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉണക്കമാങ്ങായ, പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, തണ്ണിമത്തൻ്റെ തൊണ്ട്, ഇതെല്ലാം ഞാനിവിടെ അച്ചാറിട്ട് വെക്കും. ഇപ്പം നമുക്ക് മാങ്ങായും നാരങ്ങായും ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി കപ്പളങ്ങയാണ് ഇടുന്നത്. നമുക്ക് അച്ചാറിനുള്ള ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് പൊളിച്ച് വെക്കാം. വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. അതൊക്കെ അവന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ചട്ടി അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. നല്ലെണ്ണയ്ക്കകത്തൊഴിച്ച് വറുത്തെടുക്കുവാണെങ്കിൽ കുറച്ച് ദിവസം ഇരുന്നോളും. ചൂടായെന്ന് തോന്നുന്നു. ചൂടായിട്ടുണ്ട്. നമുക്ക് കപ്പളങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന എണ്ണയിലോട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ചിലപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ഇടാം. നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. കപ്പളങ്ങ ആയതുകൊണ്ട് ഇച്ചിരി നേരം വേണം ഇത് മൂക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ നേരത്ത് ഞാൻ മുളകും ഇഞ്ചി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ.
വയ്ക്കും. വലിയ കഷ്ണം. ഞാൻ ഇച്ചിരി കരിയേപ്പില ചുവ മൂത്തില്ല, ഒരു ശകലം കൂടെ ഒന്ന് ചുമന്ന് വരണം. നമ്മുടെ കപ്പളങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഉണ്ടോ? കപ്പളങ്ങ വറുത്തത് നല്ല ഉപ്പേരി പോലെയായി. ഇത് വറുത്തും വെക്കാം, വറക്കാതെയും വെക്കാം. വറുത്ത് വെക്കുകയാണെങ്കിൽ നല്ലപോലെ കുറച്ച് നാൾ ഇരുന്നോളും. വറക്കാതെ വെച്ചാൽ ഒരാഴ്ചയിൽ കൂടുതൽ കപ്പളങ്ങ കേടാകാതെ അച്ചാർ ഇരിക്കുകയില്ല. നമ്മുടെ കപ്പളങ്ങ വറുത്ത് കോരിയതിൻ്റെ ബാക്കി എണ്ണയുണ്ട്. ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ നമുക്ക് ഈ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. അത് പത്തലമുളകും കൂടെ ഇടാം. ഇച്ചിരി ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് ഇഞ്ചിയും കൂടെ ഇടുവാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി നോക്കട്ടെ. നമുക്ക് വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ചുമന്ന് വരണം. നമ്മുടെ കടുക് മൂപ്പിച്ചതൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. വലിയ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് അച്ചാർ പൊടി. ഈ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇച്ചിരി 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടാം. ഇച്ചിരി ഇതിനുള്ള ആവശ്യത്തിനുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോൾ. ഏത് അച്ചാർ വെച്ചാലും തിളച്ച വെള്ളം ഒഴിക്കണം. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മുമ്പേ ഇട്ട് കൊടുത്തത് ആ കഷ്ണത്തിന് മാത്രമേ ഇട്ടുള്ളായിരുന്നു. ഇത് മുളക് പൊടിക്കും എല്ലാം കൂടെ ഉള്ളത്. ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി. നമുക്ക് ഇതങ്ങോട്ടൊന്ന് കുടഞ്ഞിട്ട് ഇളക്കി യോജിപ്പിക്കാം. വറുത്ത് കോരിയപ്പം കപ്പളങ്ങ നല്ല ഉപ്പേരി പോലെയല്ല ഇരിക്കുന്നത്. നല്ലപോലെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി തീ കുറച്ചിടാം. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അത് പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ളത് ചേർക്കാം. കുറച്ച് പുളി മതിയാർക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ മതി. കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരി കൂടുതൽ ഒഴിക്കാം. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ തിളയ്ക്കാം.
അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താത്ത് വെക്കാം. എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.